രസമുണ്ട്. ഞാനൊന്ന് ഓഫാന്ന് ഞാൻ തന്നെ അറിഞ്ഞില്ല. കാരണം നമുക്ക് ഒരു സാധാ റോട്ടയുണ്ട്, ഒരു ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷനിലൊക്കെ ഞാൻ ഇന്നും തരുന്നിട്ടിരുന്നേ. അപ്പോൾ പുള്ളിക്കൊന്ന് മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു. ബട്ട് ഞാനിവിടെ ജോലി സ്ഥലത്തെത്തി. ഇവിടെ തിരിച്ചിനി വീട്ടിലോട്ട് പോകുന്നു. എത്ര കാലറി ഉണ്ട്? 100 ml 39 കാലറി, 130 ml. അപ്പോൾ ഇത് കുടിച്ച് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. പ്രസൻ്റ് എൻ്റെ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് 75 കിലോ വരുത്തിയിട്ടുണ്ട്. ഈ ബാത്റൂമിൽ പോയി നോക്കിയിട്ടില്ല. അപ്പോൾ ബാത്റൂമിൽ പോകാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു 74 പോയിൻറ്റ് സംതിങ് ആയിരിക്കണം എൻ്റെ വെയ്റ്റ്. സോ ഇന്നെന്താണ് പരിപാടി? ഫസ്റ്റ് ഡേ ആണ്. വൈകുന്നേരം GP പോകണം. ഇവിടുന്ന് വരെ ഹോസ്പിറ്റലൊക്കെ പോലെ തന്നെ. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ മറ്റേ ഡൈജഷൻ്റെ കുറച്ച് അലർജൻ ടെസ്റ്റുകളോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട്, പിന്നെ ഈ ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നമില്ലേ എന്നുവെച്ചാൽ ഓക്കെയാണ്. പക്ഷെ മിക്കപ്പോഴും മൂക്ക് അടഞ്ഞടഞ്ഞു പോകും. അപ്പോൾ ഒന്നെങ്കിൽ ആസ്മയുടേതിൻ്റെ ബാക്കിയായിരിക്കും, അല്ലെങ്കിൽ അലർജൻ്റെ ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു ചെക്കപ്പ് പോലെ. വേറെ രാവിലെ 120 ഗ്രാം ഓട്സും കുറച്ച് ബ്ലൂബെറിയും കഴിച്ചു. പ്രോട്ടീനായിട്ട് ഞാൻ ചിക്കൻ പാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം. വേറെ കുറച്ച് ക്ലൈൻസുമായിട്ട് സെറ്റിങ് ചെയ്യണം. വേറെ ഒന്നുമില്ലല്ലോ, വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് വേറെ ഒന്നും പരിപാടി ഒന്ന് കണ്ടുപിടിക്കണം പുറത്ത് പോകാൻ. അവർ ഫിസിക് ഈസ് ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ. പക്ഷേ ഇപ്പോഴും എനിക്ക് ജസ്റ്റ് ഇനിയും ഫില്ല് ചെയ്ത് കൊണ്ടുവരണം. ഇത് പോരാ. ട്രൈസപ്സ് ഓക്കെ, ബട്ട് ലോങ് കട്ട് ഇച്ചിരി കൂടി പുറത്തോട്ട് പോപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ നൈസായിരിക്കും. സോ യെസ്, പ്രൈമറിലി ഞാനിപ്പം 3 മെയിൻ മീൽസാണ് കഴിക്കുന്നത്. അപ്പം ഈ ഒരു ടൈം കൊണ്ട് തന്നെ 3000 കാലറി എങ്ങനെയും 1000 കാലറിയുടെ 3 മീൽസ് എന്നുള്ള രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്നത്. എങ്കിലും മാക്സിമം ഏർലി ഇൻ ഡേ കഴിച്ചു തീർക്കാൻ നോക്കും. അപ്പോൾ ആ മീലുകളിൽ ഒന്നാണിത്. രാവിലെ നമ്മൾ ഓട്സ് കഴിച്ചതെന്ന് വെച്ചാൽ പ്രോട്ടീൻ സോഴ്സായിട്ടൊന്നും കഴിച്ചിരുന്നില്ല. ഇത് ഞാൻ അവിടെ ജോലി സ്ഥലത്തോട് ഉണ്ടാക്കിക്കൊണ്ട് പോയ സാധനമാണ്. ജോലി ഇല്ലായിരുന്നുകൊണ്ട് തിരിച്ച് വന്നു. ഇപ്പോൾ ഇതിങ്ങനെ കഴിക്കുന്നു. ഇതിൽ അപ്രോക്സിമേറ്റ്ലി 4 കിലോ ചിക്കൻ തൈസ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഞാനിപ്പം മെയിൻ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് ഞാൻ ഇത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പം കുക്കിങ്ങിൽ ഇപ്പോൾ ഒത്തിരി ടൈം കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ആവശ്യമുള്ളപ്പോൾ ഞാൻ ഇന്ന് ഓരോ പീസ് എടുത്തിടുന്നു, ഒരു 2 or 3 പീസസ്, എന്നിട്ട് ഞാൻ ജസ്റ്റ് ട്രാക്ക് ചെയ്ത് പോകുന്നു. ഇപ്പോൾ അറൗണ്ട് സമയം 1:30 ആകുന്നു. ഇതുപോലെ തന്നെ ഞാൻ റൈസും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരിയും കൂടി ഗട്ട് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഡൈജഷനൊക്കെ ഇച്ചിരിയും കൂടി ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ നേരത്തെ എൻ്റെ റീൽസിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മീൽസ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുമായിരുന്നു. അതായത് സാധാരണ ഒരു ബോഡി ബിൽഡേഴ്സ് കഴിക്കുന്ന പോലെ എവറി 2 hours or every 3 hours ഇങ്ങനെ ഒരു നേരത്ത് 1, 2, 3, 4, 5 അങ്ങനെ ഒത്തിരി മീൽസായിട്ട് കഴിക്കുമായിരുന്നു. പക്ഷേ ഒന്നെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങനെ വിശപ്പ് വരാറില്ല. ഞാൻ ജസ്റ്റ് അതിന് വേണ്ടി അങ്ങനെ കഴിക്കുന്നതല്ലാണ്ട് എനിക്കങ്ങനെ ആ സമയത്ത് വിശക്കാറൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ കഴിക്കുന്നു മാത്രം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടും ഗ്യാസ് പോലെ ഫീൽ ചെയ്യുക. അകത്തിങ്ങനെ എപ്പോഴും ഒരു പൊട്ടിത്തെറികളൊക്കെ നടക്കുക, പിന്നെ ഭയങ്കര സ്മെല്ലി ഗ്യാസ് വരിക. അതൊക്കെ ഞാനും ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് ഒബ്വിയസ്ലി ഇത് ബോഡി ബിൽഡിങ്ങിൽ ഒരു കോമൺ തിങ് ആണ്. പക്ഷെ അങ്ങനെയല്ല, അതൊരു അത്ര കോമൺ അല്ല. നോർമൽ ഗ്യാസ് പോകുന്നത് ഒരു ലിമിറ്റുണ്ട്. എങ്കിലും എക്സ്ട്രീംലി സ്മെല്ലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലീക്കി ഗട്ടാകാം, ഫൈബറിൻ്റെ പ്രശ്നമാകാം. ഇതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു വീഡിയോ എന്നാൽ ഞാൻ ചെയ്യും പിന്നീട്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് മാത്രം ഞാൻ പറയാം. ഞാനിപ്പോൾ ബാക്കി ഫുഡുകൾ ഞാനിപ്പോൾ അവോയ്ഡ് ചെയ്തേക്കുന്നത് മുട്ട അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രശ്നം പോലെ തോന്നിയിട്ടുണ്ട്. അതിൽ സൾഫർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ബോഡി കഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയേക്കുന്നത്, എനിക്ക് ഏറ്റവും ഹെൽത്തി ഒരു ഫീലായിട്ട് ഒന്നുമില്ല. വയറിനൊരു പ്രശ്നവും ഇല്ല, ഗട്ടെല്ലാം അടിപൊളിയാണ്, എനിക്ക് അങ്ങനത്തെ ഗ്യാസ് ട്രബിളേ ഇല്ല. അങ്ങനെ എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്, ഞാനിപ്പോൾ ടോട്ടൽ 3 മീൽസാണ് കഴിക്കുന്നത്. 3 മീൽസ് എന്ന് പറയുമ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് ജോലിക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് കഴിക്കും. പക്ഷേ അത് കൂടുതലും മെയിൻലി കാർബാണ്. മെയിൻലി കാർബ് എന്ന് പറയുമ്പം തലേദിവസം ഞാൻ ഓട്സ് 120 ഗ്രാം വെള്ളത്തിൽ ഇട്ട് വെക്കും. പക്ഷേ 120 ഗ്രാം ഓട്സ് ഞാൻ അല്ലാണ്ട് കഴിക്കാൻ നോക്കിയാൽ എനിക്ക് കഴിച്ചിറക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഓവർനൈറ്റ് സോക്ഡ് ആണെങ്കിൽ എനിക്ക് ഇച്ചിരിയും കൂടി എളുപ്പത്തിൽ കഴിച്ചിറക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് സോക്ഡ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് രാവിലെ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യും. അത് കഴിക്കുമ്പോൾ തന്നെ വേറെ അത്യാവശ്യം ഫുള്ളാകും. എന്നിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ 2 പീസോ 3 പീസോ അല്ല ചിക്കൻ തൈസ് കുക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അവിടുത്തെ ലഞ്ച് ബ്രേക്കിന് കഴിക്കും. ഒരു 11 മണി 11 അല്ലെ 12 മണി. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നത് എങ്ങനെ പോയാലും 3 to 4 ആ സമയമാകും.
ആ സമയത്താണ് ഞാൻ എൻ്റെ പ്രീ വർക്കൗട്ട് മീൽ കഴിക്കുന്നത്. അതും ഇതുപോലെ തന്നെ എന്തെങ്കിലും ഹെവി ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ കഴിക്കുന്നത് റൈസ് ആൻഡ് ചിക്കൻ ആയിരിക്കും. അപ്പം അറൗണ്ട് 2000-2500 കാലറി സമയം കൊണ്ട് തന്നെ ഫിനിഷ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞ് വന്നിട്ട്, അപ്പോൾ ഈ പ്രീ വർക്കൗട്ട് മീൽ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ മീൽ കഴിഞ്ഞിട്ട് ഞാനൊരു 2 മണിക്കൂർ 2 മണിക്കൂർ ബ്രേക്ക് ഇട്ടിട്ടായിരിക്കും വർക്കൗട്ടിന് പോകുന്നത്, ഡൈജസ്റ്റ് ആകാൻ വേണ്ടി. അത് കഴിഞ്ഞ് വർക്കൗട്ട് കഴിഞ്ഞ് വന്നിട്ട് സപ്ലിമെൻ്റ് എന്ന് പറയാൻ വേണ്ടി പ്രോട്ടീൻ പൗഡർ എനിക്ക് തോന്നുന്നു എനിക്ക് പ്രശ്നമുണ്ട്. എന്നോട് ഇന്ന് GP പോകുമ്പോൾ ഒന്ന് കൺഫേം ചെയ്യണം. പാലും മുട്ടയും ചെക്ക് ചെയ്യാൻ ചോദിക്കുന്നു. ചെക്ക് ചെയ്യുമോ എന്നറിയത്തില്ല. ചെയ്യുവാണെങ്കിൽ സെറ്റായിരുന്നു. അപ്പം സപ്ലിമെൻ്റ് ആയിട്ട് ഇപ്പോൾ എടുക്കുന്നത് പറഞ്ഞാൽ ക്രിയാറ്റിൻ എടുക്കുന്നുണ്ട്. 7 ഗ്രാമാണ് എടുക്കുന്നത് ഇപ്പോൾ. 7 ഗ്രാം ക്രിയാറ്റിൻ പെർ ഡേ എടുക്കുന്നുണ്ട്. പിന്നെ സ്ലീപ്പിൻ്റെ പ്രശ്നം ഇടയ്ക്ക് വന്നിരുന്നത് കൊണ്ട് മഗ്നീഷ്യം, സിങ്ക്, മൾട്ടിവൈറ്റമിൻ, ഒമേഗ 3 ഞാനിപ്പോൾ ക്യാപ്സ്യൂലായിട്ട് അങ്ങനെ എടുക്കാറില്ല. നേരത്തെ പറഞ്ഞ അത്രയും സപ്ലിമെൻറ്റ്സ്, B, മഗ്നീഷ്യം, D, സിങ്ക്, കൺഫ്യൂഷായി. അപ്പോൾ അതിനുള്ള അത്രയും ക്യാപ്സ്യൂളുകൾ ഓരോന്നും. പിന്നെ അപ്പോൾ അടുത്തത് ഇനി ചിക്കൻ ഇപ്പോൾ വറക്കാൻ വെക്കട്ടെ. എന്നിട്ട് റൈസും ഇതുപോലെ തന്നെ ഞാൻ കുറേ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കഴിക്കണം. കാലിൽ വാലില്ല. °C 20 minutes. അപ്പം 10 minutes ഞാൻ ടൈമർ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ആകുമ്പോഴേ ഞാനൊന്ന് മറിച്ചിടും. ഒരു 10 മിനിറ്റ് കൂടെ അതിരുന്നാകും. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയാകും. ഇന്നത്തെ ലാസ്റ്റ് തിങ് ഇതാണ്. പഴയൊരു സിനിമ. ഇവിടെ കുറച്ച് റൈസും ബീഫും. പിന്നെ ഇത് കഴിഞ്ഞു, ഇനി കാണിക്കാനൊന്നുമില്ല. നേരത്തെ കഴിച്ചു തീർത്തൊരു കേക്ക്. സോ ദാറ്റ്സ് ഓൾ. ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. റെസ്റ്റ് ഡേയ്സ് ഡൺ.